പ്രിയ നാടാർ സഹോദരി സഹോദരന്മാരെ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നാടാർ ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ തുടങ്ങിയതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ഗുരുനാഥൻ ശ്രീ അഗസ്ത്യമുനിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു. അതിനിടയിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് സംസാരിക്കേണ്ട മറ്റൊരു വിഷയം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. പ്രത്യേകിച്ചും കേരള നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ച ഈ സമയത്ത്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടായി, സ്ഥാനാർത്ഥി നിർണയങ്ങൾ പ്രമുഖ പാർട്ടികൾ ചെയ്തു. 2 ദിവസം മുമ്പേ കേരള കൗമുദി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത കാണാനിടയായി. ഈ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ എത്ര നാടാർക്ക് സീറ്റ് കിട്ടി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ യുഗത്തിൽ കാലഘട്ടത്തിൽ പേരിനൊപ്പം നാടാർ വയ്ക്കുന്നത് പലർക്കും അപമാനമായി തോന്നുന്നതുകൊണ്ടും അത് പുരോഗമനത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതുകൊണ്ടും ആ രീതിയിൽ പോലും കണ്ടെത്താൻ സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരള കൗമുദിയിൽ കണ്ട വാർത്ത വളരെയധികം ഉപയോഗപ്രദമായി. കാരണമെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് ജാതി തിരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഏതൊക്കെ ജാതിക്ക് എത്ര സീറ്റ് വീതം കിട്ടി മത്സരിക്കാൻ വേണ്ടി ഓരോ പ്രമുഖ പാർട്ടിയിലും എന്നത് വളരെ വിശദമായി തന്നെ അവർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും വായിച്ചിട്ടും ഉണ്ടാകും. അപ്പോൾ അതിൽ കാണുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, നാടാർ കമ്മ്യൂണിറ്റിക്ക് LDFിൽ കിട്ടിയത് 3 സീറ്റാണ്. 3 സീറ്റിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടി. UDFിൽ 2 സീറ്റിലും മത്സരിക്കാനുള്ള അവസരം കിട്ടി. NDAക്ക് BJP ഉൾപ്പെടുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടിയിൽ നമുക്ക് 1 സീറ്റുമാണ് കിട്ടിയത്. അപ്പോൾ വളരെ ശുഷ്കമായ ഒരു സീറ്റ് സംവിധാനമാണ് കിട്ടിയത്. നമുക്ക് പലർക്കും ഓർമ്മയുണ്ടാകും, സുന്ദര നാടാരും ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, മന്ത്രിയായിരുന്നു. പിന്നെ SR തങ്കരാജ്, വിജയ തങ്കപ്പൻ, ഇപ്പോഴും മത്സരിക്കാൻ നിൽക്കുന്ന ശ്രീ നിലോസ് നാടാർ തുടങ്ങിയ നാടാർ പ്രതിഭകളുടെ ഒരു നല്ലൊരു വേരിയേറ്റും തന്നെ നല്ലൊരു ഭരണം തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ നിന്നും ഇപ്പോൾ വളരെയധികം ശുഷ്കമായ ഒരു സ്ഥാനാർത്ഥി നിരയിലേക്ക് വന്നു. അപ്പോൾ അവരെയൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഔദ്യോഗികമായ സ്ഥാനമാനങ്ങൾ കിട്ടിയിരിക്കുന്ന മണ്ഡലങ്ങളെന്ന് പറയുന്നത് വെറും 4 മണ്ഡലങ്ങളിലാണ് നാടാർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. 2 മണ്ഡലങ്ങളിൽ നാടാർ സ്ഥാനാർത്ഥി മാത്രം, മറ്റ് 2 മണ്ഡലങ്ങളിൽ നാടാർ സ്ഥാനാർത്ഥികൾ ഏതൊരു സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയാണ്. 4 മണ്ഡലങ്ങൾ. പിന്നെ അവിടെ നിന്ന് അപ്പോഴേക്കും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെന്ന നാമധേയത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നതും പനങ്ങാട്ട് വടക്കക്ഷി എന്ന തമിഴ്നാട്ടിൽ നിന്ന് രൂപം കൊണ്ട രാഷ്ട്രീയ പുതിയ പ്രസ്ഥാനത്തിൻ്റെ 2 അമരക്കാർ നമുക്ക് നേമത്തും കാട്ടാക്കടയിലും മത്സരിക്കാനുണ്ട്. നേമത്ത് ശ്രീ ഷൈൻരാജ് നാടാരും കാട്ടാക്കടയിൽ ശ്രീമതി ശ്രീകല നാടാരും. അപ്പോൾ ഇവരെ കൂടെ ഉൾപ്പെടുമ്പോൾ നമുക്ക് 6 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാടാർ സ്ഥാനാർത്ഥികളെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ 2 പേര് പനങ്ങാട്ടുകട കക്ഷി എന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനവും, പക്ഷേ ഇവരെ സ്വതന്ത്രമായി മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ 6 MLAമാരെ ഇപ്രാവശ്യം നമുക്ക് നിയമസഭയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് കഴിയും. എല്ലാവരും പരിശ്രമിച്ചാൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ആ വിവരങ്ങളിൽ നിന്ന് കൂടുതൽ കേരള കൗമുദിയിൽ വന്ന ലേഖനത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നായർ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ സഹോദര കമ്മ്യൂണിറ്റിയായ മറ്റൊരു കമ്മ്യൂണിറ്റിയായ നായർ കമ്മ്യൂണിറ്റിക്ക് LDFിൽ 28 സീറ്റും UDFിൽ 28 സീറ്റും NDAയിൽ 59 സീറ്റും കൊടുത്തു. ഈ 59 സീറ്റ് എന്ന് പറയുമ്പോഴേക്ക് അതിൽ പല വിഭാഗങ്ങൾ വരും. ബ്രാഹ്മണർ, മേനോന്, കുറുപ്പ്, തമ്പി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിഭാഗങ്ങളുണ്ട്. 59 സീറ്റും. ഈഴവ കമ്മ്യൂണിറ്റിക്ക് LDF 28 സീറ്റും UDFിൽ 14 സീറ്റും NDAയിൽ 43 സീറ്റും കിട്ടി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് മതപരമായിട്ടുള്ള ഒരു വിവേചനമാണല്ലോ. ഇപ്പോൾ ലോകം മുഴുവനും മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ വേർതിരിക്കുന്നു. ജാതിയുടെ പേരിലുള്ള വേർതിരിവുണ്ട്, പിന്നെ നിറത്തിൻ്റെ പേരിലുള്ള വേർതിരിവ് പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ലോകം മൊത്തം മതത്തിൻ്റെ പേരിൽ ഒരു ഏകീകരണം, ഒരു വിഭജനം, ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിഭജനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രതിധ്വനികൾ കേരളത്തിലുമുണ്ട്. ക്രിസ്ത്യൻ ഒരു ജാതി വിഭാഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്ക് എന്ന് പറയുമ്പോൾ LDF 21 സീറ്റും UDF 28 സീറ്റും NDAയിൽ 6 സീറ്റും കിട്ടി. അപ്പോൾ ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ നാടാരും ക്രിസ്ത്യാനികളല്ലേ എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടാവും കേട്ടോ, അല്ലേ? പക്ഷേ ഇതിൽ ഒരു നാടാരും ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇത് നമ്മുടെ കോട്ടയത്തും പത്തനംതിട്ടയിലും പിന്നെ ഒക്കെ ഉള്ള അച്ചായന്മാരാണ്. അവർ നാടാർ കമ്മ്യൂണിറ്റി അല്ലേ. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നാടാർക്ക് വളരെ ശുഷ്കമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. LDF 3, UDF 2, NDAയിൽ 1. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് എന്ന് പറയും, മുസ്ലിം ജാതിയിൽ നിന്ന് തന്നെ അങ്ങനെ പറയേണ്ടി വരുമല്ലോ, കാരണം അതൊരു ജാതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ജാതിയായിട്ട് കണക്കാക്കപ്പെടുമ്പോൾ LDFിൽ 29 സീറ്റും UDFിൽ 39 സീറ്റും NDAയിൽ 3 സീറ്റും അവർക്ക് വേണ്ടിയിട്ട് കിട്ടി. പിന്നെ നമ്മുടെ
ഹരിജനങ്ങളായ, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബായിട്ടുള്ള ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും ദളിത് വിഭാഗങ്ങളിൽ നിന്നും LDFിലേക്ക് 16 സീറ്റും UDFന് 16ഉം NDAയിൽ 17 സീറ്റും എന്ന് കാണിക്കുന്നുണ്ട്. 17ആണോ 16ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എടുക്കുമ്പോൾ അവിടെ 141 വരുന്നുണ്ട് NDAയിൽ. അപ്പോൾ അവിടെ ഒരു കറക്ഷൻ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതോ നായർ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആ ഒരു എണ്ണത്തിലുള്ള വ്യത്യാസമാണെന്ന് അറിയില്ല. അവിടെ 60 ആണെന്നാണ് കാണിച്ചേക്കുന്നത്. ഞാനിത് 59 കാണിച്ചാണ് 140 എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് റിസർവേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ആ 16 കിട്ടി. അതൊരു ഭാഗ്യമായി. പിന്നെ OBC എന്ന് പറഞ്ഞാൽ മറ്റു കമ്മ്യൂണിറ്റികളെല്ലാം കൂടെ. അപ്പോൾ അവിടെയും OBCയിൽ എന്ന് പറയുമ്പോൾ LDFൽ 15, UDFൽ 10, NDAയിൽ 11 സീറ്റ്. ഈ OBC എന്ന് പറയുമ്പോഴും അവിടെയും തെറ്റിദ്ധരിക്കേണ്ട, അവിടെ വേറെ നാടാരും ഇല്ല, മറ്റു കമ്മ്യൂണിറ്റികൾ ആൾക്കാരാണ് ഉള്ളത്. കാരണം നാടാർക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, LDFൽ 3, UDFൽ 2, NDAയിൽ 1 ഈ സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നാടാർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സീറ്റുകൾ കുറയാനുള്ള മുഖ്യ കാരണം? എല്ലാവർക്കും അറിയാം, നാടാർ ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല. എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അറിയാത്തൊരു കമ്മ്യൂണിറ്റി എന്നാണ് മറ്റു കമ്മ്യൂണിറ്റിക്കാർ പറയുന്നത്. അത് അവർ മുതലെടുക്കുകയാണ്. നാടാർക്ക് ഒരുമിച്ച് എങ്ങനെ നാടാർ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാമെന്നുള്ളത് അറിയത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ യുവജനങ്ങളിൽ അതൊരു വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. വിവിധ നാടാർ സംഘടനകളുടെ ശക്തമായ പ്രവർത്തനം മൂലം യുവജനങ്ങളിലും കുറേ ആൾക്കാരിലൊക്കെ ഇപ്പോൾ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ ഇലക്ഷനിൽ നമുക്കത് എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാം. അതിൻ്റെ റിയാലിറ്റി, പ്രാക്ടിക്കൽ സൈഡ്. പ്രത്യേകിച്ചും നേമം, കാട്ടാക്കട ഈ 2 മണ്ഡലങ്ങളിൽ നേമത്ത് മത്സരിക്കുന്ന ശ്രീ ഷൈൻരാജ് നാടാരും കാട്ടാക്കടയിൽ മത്സരിക്കുന്ന ശ്രീകല നാടാർക്കും വിജയം നമുക്ക് സുനിശ്ചിതമാക്കണം. കാരണം അവരുടെ വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാകും നാടാരുടെ ആ ഒരുമ. എന്നാൽ മാത്രമേ ഈ ഒരുമയിലൂടെ മാത്രമേ മറ്റു കമ്മ്യൂണിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് ബോധ്യപ്പെടുകയുള്ളൂ. നാടാർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് നാടാരെ എല്ലാവരും ഒഴിവാക്കപ്പെടുന്നത്? ഇതിനകത്ത് വളരെ വിചിത്രമായ ഈ ന്യൂസിനകത്തിന് വേറെ രസം ഞാൻ കണ്ടെത്തിയത് എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ, നാടാർക്ക് കിട്ടിയ LDFിൽ കൊടുത്ത 3 സീറ്റിനെ വീണ്ടും അവിടെ ഒരു വിഭജനം കേരള കൗമുദി പത്രക്കാരും കാണിച്ചിട്ടുണ്ട്. നാടാർ ക്രിസ്ത്യൻസിന് 2 സീറ്റും നാടാർ ഹിന്ദുവിന് 1 സീറ്റും അത് കാണിച്ചിരിക്കുകയാണ് ന്യൂസിൽ. അപ്പോൾ എനിക്ക് ചിന്ത വരുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ഒത്തിരി പേർ ക്രിസ്ത്യൻസാണ്. പ്രത്യേകിച്ചും കമ്മങ്കോട് റോം കഥയിലെ ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി കമ്മങ്കോട് ഭാഗത്ത് അവിടെയും ഈഴവ കമ്മ്യൂണിറ്റിയിലെ ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈഴവ ഹിന്ദുസിന് ഇത്ര സീറ്റ്, ഈഴവ ക്രിസ്ത്യൻസിന് ഇത്ര സീറ്റ് കിട്ടിയെന്ന് അവർ കാണിച്ചില്ല? കാരണം അതൊരിക്കലും കാണിക്കത്തില്ല. അവർക്ക് എപ്പോഴും നാടാരെ വിഭജിച്ച് കാണാനാണ് എല്ലാ കമ്മ്യൂണിറ്റിക്കാർക്കും ഇഷ്ടം. എന്തുകൊണ്ടാണ് നാടാരെ ഇങ്ങനെ പുറം തള്ളാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം? പലർക്കും ആലോചിക്കാവുന്ന വിഷയമാണ്. എന്തുകൊണ്ടായിരിക്കാം? 1810 ഇരണിയൽ പാലസിൽ ഉദയമാർത്താണ്ഡ കുലശേഖര പെരുമാളുടെ മിസ്സിങ് അല്ലെങ്കിൽ മരണപ്പെടൽ എന്നുള്ള ഒരു തിയറി അവിടെ ഉണ്ട്. ഇരണിയൽ പാലസിൽ വച്ച് തൃപ്പാപ്പൂർ രാജകുടുംബാംഗമായിരുന്ന, അതായത് ആ പഴയ കാലത്ത് തിരുവിതാംകൂറിനെ ഭരിച്ചിരുന്ന ഒരു രാജകുടുംബമാണ് തൃപ്പാപ്പൂർ രാജകുടുംബം. ആ കുടുംബത്തിലെ അന്നത്തെ ഭരണാധികാരി 1810 ഭരണാധികാരിയായിരുന്ന ധർമ്മരാജയ്ക്ക് ശേഷം, മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം, ധർമ്മരാജയ്ക്ക് ശേഷമൊക്കെ വന്ന ഉദയ കുലശേഖര മാർത്താണ്ഡ പെരുമാൾ എന്തു പറ്റി? അദ്ദേഹത്തിന് 1810 ഇരണിയൽ പാലസിൽ വെച്ച് എന്ത് സംഭവിച്ചു? ആ കുടുംബം എവിടെ പോയി? അന്ന് മുതൽ തുടങ്ങി നാടാർ എന്ന കമ്മ്യൂണിറ്റിയുടെ അധപ്പതനം. കാരണം 1810 പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റീജൻ്റ് ഭരണമാണ്. അതിനു മുമ്പ് വരെ റീജൻ്റ് ഭരണമില്ല. അപ്പോൾ റീജൻ്റ് ഭരണം ആരാണ് കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാരുടെ അടിമകളെപ്പോലെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബം തയ്യാറായപ്പോൾ ആ കുടുംബത്തിന് ഭരണം ഏൽപ്പിച്ചുകൊണ്ട് റീജൻ്റ് ഭരണാധികാരിയായിക്കൊണ്ട് ഭരണം തുടങ്ങി. അത് എല്ലാവർക്കും ചരിത്രം അറിയാവുന്നതായിരിക്കും. 1810 മുതൽ 1815 വരെ ഗൗരി ലക്ഷ്മിബായിയും, 1815 മുതൽ 1829 വരെ ഗൗരി പാർവതിബായിയും, 1813 മുതൽ 1846 വരെ സോതി തിരുനാളും ഭരണത്തിൽ വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് ഇത് തുടർച്ചയായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ 3 ഭരണാധികാരികളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ 1810 ഇരണിയൽ പാലസിൽ വച്ച് മിസ്സിംഗ് ആവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു എന്ന് കരുതപ്പെടുന്ന അതിൻ്റെ ചരിത്രം നമ്മുടെ നാടാർ ഹിസ്റ്ററിയിൽ പിന്നീട് പറയുന്നതായിരിക്കും. അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഉണ്ട്, അത് പിന്നീട് പറയാം. ഇപ്പോൾ അതിനെ സസ്പെൻസ് കളയുന്നില്ല. 1810 എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ 1810 ഉദയ മാർത്താണ്ഡ കുലശേഖര പെരുമാളുടെ ആ ഭരണം മാറിയതിന് ശേഷം
ബ്രിട്ടീഷുകാരുടെ റീജൻ്റായിട്ട്, ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായിട്ട് ഭരണമേറ്റെടുത്ത ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണം 1810 മുതൽ തുടങ്ങിയപ്പോൾ ചില മാറ്റങ്ങൾ വന്നു. ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളതും ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ളതും നാടാർ കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഇവരുടെ സമ്പാദ്യം എങ്ങനെ തിരിച്ചു പിടിക്കാം, യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് 1745 നടന്ന കുളച്ചൽ യുദ്ധം ഡച്ചുകാർക്കിലൂടെ അവർക്ക് മനസ്സിലായി. കാരണം കായിക ബലത്തിലൂടെ ഒരു കാരണവശാലും ഇവരെ നാടാർ കമ്മ്യൂണിറ്റിയുടെ സമ്പാദ്യം പിടിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരെന്താണ് ചെയ്തത്? അവർ മറ്റു തന്ത്രങ്ങളിലേക്ക് പോയി. എന്താണ് അവർ ഉപയോഗിച്ച തന്ത്രം? ടാക്സ് ഏർപ്പെടുത്തി. ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മുതലുള്ള ടാക്സ് ഏർപ്പെടുത്തി. ഈ ടാക്സ് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് മറ്റൊരു കാര്യത്തിൽ കൂടെ ഞാൻ വരാം. 1810 വരെ ജാതി വ്യവസ്ഥ ഇവിടെ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, കേരളമാകുമ്പോൾ തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിലേക്കും ബ്രിട്ടീഷുകാരും ഈ ആര്യന്മാരും ചേർന്ന് കൊണ്ടുവന്ന ജാതി സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ജാതി വിവേചനം 1810 വരെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ കന്യാകുമാരി മുതൽ തിരുവനന്തപുരം ഈ ഭാഗങ്ങളിലൊന്നും അത് വന്നിട്ടില്ലായിരുന്നു. കാരണമെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളൊരു സമ്പ്രദായം ഇവിടെ വലുതായിട്ടില്ലായിരുന്നു. കാരണം ഇവിടെ ഭരിച്ചിരുന്നത് ഉദയമാർത്താണ്ഡ കുലശേഖര പെരുമാളാണ്. ആ മാർത്താണ്ഡ പെരുമാളുടെ ഭരണകാലത്ത് ജാതിപരമായിട്ടുള്ള ഒരു മാറ്റം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു തുടർച്ചയാണ് 1813 നമുക്ക് 1808 1809 ജനിച്ച എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ആ ഒരു ജനന തീയതിയെക്കുറിച്ച് പല രേഖകളിലും 1808 1809 കാണുന്നു. ശ്രീ വൈകുണ്ഠസ്വാമി, അദ്ദേഹം സ്വാമിത്തോപ്പിൽ, നാഗർകോവിലിനടുത്താണ് സ്വാമിത്തോപ്പ് എന്ന വില്ലേജ്, അവിടെ അദ്ദേഹം നടത്തിയ സമപന്തി ഭോജനം, എല്ലാ ജാതിക്കാർക്കും വന്ന് വെള്ളം കോരാനുള്ള ഒരു അവസരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനത്തിന് ശേഷം എന്ന് പറയുമ്പോൾ 1 വർഷമോ 1.5 വർഷത്തിനുള്ളിൽ ശേഷമാണ് നമ്മുടെ ഉദയമാർത്താണ്ഡ പെരുമാളുടെ കുലശേഖര പെരുമാളുടെ തിരോധാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണം മാറുന്നത്. തങ്ങളുടെ അച്ഛനമ്മമാരിൽ നിന്നും മറ്റ് അയൽവാസികളിൽ നിന്നും കേട്ടുള്ള അറിവുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, അതിനു മുമ്പ് അവിടെ ഒരു ജാതി വ്യവസ്ഥയില്ലായിരുന്നു, അവിടെ ഒരു വിവേചനമില്ലായിരുന്നു, എല്ലാവർക്കും ഒരേ കിണറിൽ നിന്നും ഒരേ കുളത്തിൽ നിന്നും കുളിക്കാവുന്ന ഒരു സാഹചര്യം കന്യാകുമാരി തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്നും എപ്പോഴാണ് അപ്രത്യക്ഷമായത്? 1810 ശേഷമാണ്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചനയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അതായത് ശ്രീ വൈകുണ്ഠസ്വാമികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സമപന്തി ഭോജനവും മുന്തിരിക്കിണർ എന്ന് പറയുന്നുണ്ട്. ഒരു കിണറും അവിടെ, അത് ഇന്നും സ്വാമിത്തോപ്പിൽ പോയി കാണാം. ഞാൻ പോയിട്ടുണ്ട് അവിടെ, സ്വാമിത്തോപ്പിൽ ഒരിക്കൽ സന്ദർശനം നടത്തിയതാണ്. അവിടെ പോയപ്പോൾ അവിടെ മുന്തിരിക്കിണറുണ്ട്. ആ കിണറിൽ നിന്നുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചുകൊണ്ടാണ് അവിടുത്തെ ആചാരങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. അവിടെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അദ്ദേഹം. തത്വമസി, അത് നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞ ആ ഒരു സന്ദേശം കൊടുത്തത് ആരാണ്? വൈകുണ്ഠസ്വാമി തന്നെയാണ്. അത് അദ്ദേഹത്തിന് പുരാതനമായ നമ്മുടെ വേദങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഈ വേദങ്ങൾ എന്ന് പറയുമ്പോൾ അത് സംസ്കൃതത്തിലാണെന്നുള്ളതൊന്നും ധരിക്കേണ്ട. അതൊക്കെ നമുക്ക് നാടാർ ഹിസ്റ്ററിയിൽ BC ഒരു 2000 ശേഷമുള്ള ചരിത്ര വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അത് ഇപ്പോൾ ആ സമയത്ത് സംസാരിക്കാം നമുക്ക്. അപ്പോൾ 1810 ശേഷമുണ്ടായ ഈ ഭരണത്തിലൂടെ 1813 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാരോടൊപ്പം ബ്രിട്ടീഷുകാർ മാത്രമല്ല, നമ്മുടെ ബ്രാഹ്മൺ സമൂഹം ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സഹായികളായിട്ട് നമ്മുടെ നായർ കമ്മ്യൂണിറ്റിയുള്ള സഹോദരന്മാർ, അന്നത്തെ പൂർവികരായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു വേദിയാണ്. കാരണം ഇവർ 12ാം നൂറ്റാണ്ടിൽ വന്നവരാണ് ഈ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരെ. കുറച്ച് അതായത് കക്കാത്തി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ ആന്ധ്രയിൽ വാറങ്കലിലുണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയിൽ നിന്നുള്ള അവിടുത്തെ ശിഥിലീകരണം ഉണ്ടായപ്പോൾ ടിപ്പു സുൽത്താനും അവരുടെ കാലഘട്ടത്തിലുള്ള ശിഥിലീകരണത്തിന് ശേഷം ആ തുടക്കം, ആ ഭരണം മുഗൾ സാമ്രാജ്യമൊക്കെ കടന്നു വന്നതിന് ശേഷമുള്ള ശിഥിലീകരണത്തിന് ശേഷം അവിടെ നിന്നും കുടിയേറിയവരാണ് ഇവരൊക്കെ കുറേശ്ശെയായിട്ട് കക്കാത്തി ഡൈനാസ്റ്റിയിൽ നിന്ന് എന്നാണ്. പിന്നീട് നമുക്ക് ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. കാരണം അവിടെയാണ് ദേവദാസി സമ്പ്രദായമൊക്കെ ഈ വാറങ്കലിൽ വളരെ ശക്തമായിരുന്നു 12ാം നൂറ്റാണ്ടിലൊക്കെ. അതിൻ്റെ തുടർച്ചയായിട്ട് അവർ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ കൂടെ കൂടുകയും ബഹ്മണ സമൂഹം അവരെ അസിസ്റ്റൻ്റായിട്ട് കൂട്ടിക്കൊണ്ട് കേരളത്തിലേക്ക് വരും. അവരുടെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ശശി തരൂർ ശ്രീ നമ്മുടെ വിശ്വകോരൻ എഴുതിയ ഒരു പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ആ ഒരു സെൻറ്റൻസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ആ സെൻറ്റൻസ് ഇപ്പം കോടതിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് അവർ വരികയും ചെയ്തു, അവരെ സഹായികളായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷുകാരെ ഇവരെ കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടാർ ജനതയെ ദ്രോഹിക്കാൻ തുടങ്ങി ശക്തമായ ടാക്സുകളിലൂടെ. അപ്പോൾ ഈ ദ്രോഹത്തിൻ്റെ കൂടെ ആരുണ്ടായി? നാടാരുടെ കൃഷിഭൂമികളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ ഹരിജനങ്ങൾക്ക്
അവരുപയോഗിക്കുന്ന ആയുധങ്ങൾക്കും ടാക്സ് കൊടുക്കണം. അവൻ വെട്ടുകത്തി ഉപയോഗിച്ച വെട്ടുകത്തിക്ക് ടാക്സ് കൊടുക്കണം, ഏണി ഉപയോഗിച്ച ഏണിക്ക് ടാക്സ് കൊടുക്കണം, കത്തി ഉപയോഗിച്ച കത്തിക്ക് ടാക്സ് കൊടുക്കണം. ഇങ്ങനെ തുടങ്ങിയ എല്ലാ പണിയായുധങ്ങൾക്കും ടാക്സ്. ഒന്നു വേണ്ട, 1813 എന്തായി, മേൽമുണ്ട് ധരിക്കണമെങ്കിലും ടാക്സ് കൊടുക്കണമെന്നുള്ള സിസ്റ്റമാണ്. അപ്പോൾ അതിന് മുമ്പ് നാടാർ കമ്മ്യൂണിറ്റിയിലുള്ള മാത്രമല്ല മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും എല്ലാം മേൽമുണ്ട് ധരിച്ച് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. കേരളത്തിലുള്ള ഹരിജനങ്ങളായാലും ആദിവാസികളായിരുന്നാലും അവർ മാന്യമായ വസ്ത്രം ധരിച്ചിരുന്നവരാണ്. 1810 ഉദയമാർത്താണ്ഡ കുലശേഖര പെരുമാളുടെ ഭരണത്തിന് മാറ്റം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവിടെ ടാക്സുകളും മേൽമുണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സിസ്റ്റം. മേൽമുണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ അഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അത് നാടാർ ഏറ്റെടുത്തു. നാടാർ ഏറ്റെടുത്തപ്പോഴേക്കും അതിനെ ചാന്നാർലക്കിളി എന്ന് പേരിട്ടു. അപ്പോൾ നമ്മുടെ പല ആൾക്കാരും പലപ്പോഴും പ്രസംഗിക്കുന്നത് നമുക്ക് പണ്ട് കാലം മുതൽ എന്ന് പറയുമ്പോൾ 16-ാം നൂറ്റാണ്ട്, 15-ാം നൂറ്റാണ്ട്, 17, 18-ാം നൂറ്റാണ്ടിലൊന്നും നമുക്ക് നമ്മുടെ സ്ത്രീകൾ നാട് മറച്ചിരുന്നില്ല എന്നുള്ള ഒരു ധാരണ തെറ്റാണ്. കാരണം 1813 മേൽമുണ്ട് സമരം ഉണ്ടാകാനുള്ള കാരണം 1813 ബ്രിട്ടീഷുകാരുടെ റീജൻ്റായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഗൗരി ലക്ഷ്മിബായിയുടെ നേതൃത്വത്തിൽ മേൽമുണ്ട് ധരിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ ഉണ്ടായ ശബ്ദ കോലാഹലങ്ങളാണ് മേൽമുണ്ട് സമരമായിട്ട് 1813 മുതൽ 1859 വരെ തിരുവിതാംകൂറിൽ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ടാക്സിനെ കുറിച്ച് പറയും. 300-ലധികം ടാക്സുകൾ, ശരീരത്തിൻ്റെ അവയവത്തിന് വരെ ടാക്സ് ഇട്ട ഒരു കാലഘട്ടം. ഈ ടാക്സിൽ നിന്ന് സമാഹരിച്ച തുക കൊണ്ടാണ് ഇവർക്ക് കപ്പം കൊടുത്തുകൊണ്ടിരുന്നതും, ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുത്തുകൊണ്ടിരുന്നതും, പിന്നെ തിരുവിതാംകൂറിൻ്റെ രാജകുടുംബത്തിലേക്കുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയതും. അവർ സമ്പാദ്യമായിട്ട് സമ്പാദ്യം അതിൽ നിന്നുണ്ടാക്കിയിട്ട് അവർ നമുക്ക് പിന്നെ കോളേജുകളും ഹോസ്പിറ്റലുകളും അതും ഇതുമൊക്കെ തന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും വളരെയധികം ആഹ്ലാദം കൊള്ളുന്നുണ്ട്. പക്ഷേ അവരുണ്ടാക്കിയ നാടാരുടെ സമ്പാദ്യത്തിൽ നിന്ന് കാർന്ന് ഉണ്ടാക്കിയ കാശാണ്, അവരിൽ നിന്ന് അപഹരിച്ച കാശ് കൊണ്ടാണ് അവർ ജനങ്ങൾക്ക് കുറച്ച് പേർക്ക് വേണ്ടി കുറച്ച് നന്മകൾ ചെയ്തത്. ഇതിൻ്റെ ഭൂരിപക്ഷവും ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. ഇതിൻ്റെ ചെറിയൊരു വംശം മാത്രമാണ് ഇവിടെ ചെലവഴിച്ചത്. അത് ബഹുമാനപ്പെട്ട വിശ്വപൗരൻ ശ്രീ ശശി തരൂർ തന്നെ ബ്രിട്ടനിലെ ഒരു പ്രസംഗത്തിൽ അത് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ലൂട്ട് ചെയ്തപ്പെട്ട കാശ് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് പറയാനുള്ള ധൈര്യവും അവസരവും കിട്ടിയതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും വേണം നമുക്കതിൽ. അപ്പോൾ അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള ടാക്സ് കൊണ്ടാണ്. അപ്പോൾ ഈ കാലഘട്ടം മുതൽ 1819 മുതൽ തുടങ്ങിയ നാടാരുടെ നിഷ്കാസനം ചെയ്യാൻ തുടങ്ങിയ, അത് സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയ ഒരു പ്രക്രിയയുടെ തുടർച്ചയാണ് ഇന്നും നമ്മുടെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രക്രിയ ഇങ്ങനെ തുടരുകയും ഇപ്പോൾ 2021 ആയപ്പോൾ ഈ ലെവലിലേക്ക് വന്നിരിക്കുന്നു. നാടാർക്ക് LDF 3 സീറ്റും UDF 2 സീറ്റും NDA 1 സീറ്റും മത്സരിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ 14 അസംബ്ലി മണ്ഡലങ്ങളിൽ 14 സീറ്റുകൾ കിട്ടാൻ അർഹതയുള്ളതാണ് നമ്മുടെ ജനസംഖ്യ ആനുപാതികം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ. കാരണം നാടാർ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാടാർ കമ്മ്യൂണിറ്റി എപ്പോഴും കൂട്ടമായിട്ട് അവരുടെ ജനിച്ച സ്ഥലം വിട്ടുപോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത, മണ്ണിനെ സ്നേഹിക്കുന്ന ജനതയാണ്. ആ മണ്ണ് വിട്ടുപോകാൻ, ആ മണ്ണിനെ അമ്മയായിട്ട് കാണുന്ന ജനതയാണ്. എന്ന് പറയുമ്പോൾ പൂർവികരുടെ കല്ലറകളും സമാധി സ്ഥലങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഒരിക്കലും വിട്ടുപോകുവാൻ മനസ്സ് ഒരിക്കലും അനുവദിക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് നാടാർ കമ്മ്യൂണിറ്റി. അപൂർവം ചിലർ ചിലപ്പോൾ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മാറി താമസിച്ചിട്ടുണ്ടാകും. പക്ഷെ ഭൂരിപക്ഷവും മാറി താമസിക്കാത്തവരാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റും, കൊല്ലം ജില്ലയിൽ 2 സീറ്റുകളും, ഇടുക്കി ജില്ലയിൽ 3 സീറ്റും, പാലക്കാട് 1 സീറ്റ് ഉൾപ്പെടെ 20 അസംബ്ലി സീറ്റ്, നിയമസഭാ അസംബ്ലി സീറ്റിലേക്ക് സീറ്റ് കിട്ടാൻ യോഗ്യതയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ജനസംഖ്യാനുപാതികത്തിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയത് എത്രയാണ്? 20 സീറ്റ് കിട്ടേണ്ടടുത്ത് നമുക്ക് ഈ 3 പ്രമുഖരായ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു ഫോറം ഉണ്ടല്ലോ, LDF, UDF, NDA, എല്ലാ ഫോറത്തിലും കൂടെ നമുക്ക് കിട്ടിയത് വെറും 6 സീറ്റാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് 3 പേരും കൂടെ പരിഗണിച്ചിരുന്നെങ്കിൽ കിട്ടേണ്ടിയിരുന്നിടത്ത് 60 സീറ്റാണ്. എന്ന് പറയുമ്പോൾ 10-1 മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സീറ്റുകൾ, മൊത്തം സീറ്റുകൾ നോക്കുന്നത്. അപ്പോൾ അന്ന് 1810 മുതൽ തുടങ്ങിയ ഈ അടിച്ചമർത്തലിൻ്റെ വേണ്ടി നമ്മളങ്ങ് നിന്നു കൊടുക്കുകയാണ്. ഈ നിന്നു കൊടുക്കുക എന്നുള്ളത് ഇനി നമുക്ക് മതിയാക്കിക്കൂടെ? നമ്മളിങ്ങനെ എല്ലാം സഹിച്ച് നിന്നു കൊടുക്കുന്ന മതിയാക്കിക്കൂടെ? അതിനൊരു തുടക്കമാകണം നേമത്തും കാട്ടാക്കടയിലുമുള്ള നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വിജയം. കൂടാതെ മറ്റ് 4 മണ്ഡലങ്ങൾ ഉൾപ്പെടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ 6 നാടാർ MLA-മാരെ നമുക്ക് ഇപ്രാവശ്യം നിയമസഭയിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ നിങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറഞ്ഞു, നമ്മൾക്ക് മേൽമുണ്ട് സമരം, നമുക്കുണ്ടായിരുന്ന ടാക്സുകൾ എന്നാ വന്നത്? 1810 ശേഷമാണ് വന്നത്. അതിന് മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു.
അതിനു മുമ്പേ ശരിക്കും മാവേലി വാണിടുന്ന ഒരു കാലത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലുണ്ട്. എന്നാണ് മാവേലി നാട് വാണിരുന്നത്? ധർമ്മരാജാവായ എൻ്റെ കാലഘട്ടമാണ്. ഈ ധർമ്മരാജാവ് എന്ന് പറയുമ്പോഴേക്കും അതാരാണ്? തൃപ്പാപ്പൂർ ഫാമിലിയിലുള്ള കുടുംബാംഗത്തിൻ്റെ കാലത്താണ്. അവർ ധർമ്മവർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകൾ മാറ്റിയിട്ടുണ്ട് ചരിത്രത്തിൽ. നമ്മുടെ ഉദയമാർത്താണ്ഡ കുലശേഖര പെരുമാളുടെ പേര് മാറ്റിയിട്ടുണ്ട്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല. ശരിക്കും ഇരണിയൽ പാലസിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഭരണത്തിന് പത്മനാഭപുരം പാലസിലേക്ക് ആ പട്ടാരം പണിയിപ്പിച്ചത് ആരാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 1810 വരെ ഇവിടെ മാവേലി നാടുവാണിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ജാതിപരമായ വ്യത്യാസങ്ങളില്ലായിരുന്നു. ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിച്ചിരുന്നു. എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്നു. എല്ലാവർക്കും അന്ന് അവർക്കുള്ള ആഹാരവും മറ്റ് കാര്യങ്ങളെല്ലാം സൗക്ഷമായിരുന്നു. ഇവിടെ കഷ്ടത ഇല്ലാത്ത ഒരു നാടിനെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം അത്യാഗ്രഹമില്ലാത്ത ഒരു സമൂഹമായിരുന്നു, ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അത് 1810 നിൽക്കുകയും 1810 മുതൽ ബ്രിട്ടീഷുകാരുടെ കുതന്ത്രങ്ങൾ അവരുടെ സഹായികളായ ആര്യന്മാരിലൂടെയും മറ്റ് കമ്മ്യൂണിറ്റികളിലൂടെയും ഇവിടെ നടപ്പിലാക്കുകയും നാടാരുടെ സമ്പാദ്യം ആകെ വിവിധ കരങ്ങളിലൂടെ പിടിച്ചു മേടിക്കുകയും ചെയ്തു. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഇരണിയൽ പാലസിലുണ്ടായിരുന്ന, കാരണം അദ്ദേഹം നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇരണിയൽ പാലസിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ നിലവറകളിലേക്ക് സൂക്ഷിച്ചതുകൊണ്ട് അത് ബ്രിട്ടീഷുകാർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം തൃപ്പാപ്പൂർ ആയി രാജവംശം, ചേര ചോള രാജവംശങ്ങൾ, പാണ്ഡ്യ രാജവംശങ്ങൾ മുതലുള്ള സമ്പാദ്യത്തിൻ്റെ വിഹിതമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറകളിൽ ഇന്ന് കണ്ടെത്തിയത്. കാരണം അത് ഇരണിയൽ പാലസിൽ നിന്നും അത് മാറ്റിയതിനെക്കുറിച്ചുള്ള ചരിത്രരേഖകൾ കന്യാകുമാരിയിൽ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസിലുണ്ടായിരുന്നു. പക്ഷേ അത് പലതും അവിടെ നിന്ന് നഷ്ടപ്പെടുകയും അത് മദ്രാസ് ആർക്കിയോളജിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പലതും നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതിനുള്ള രേഖകളുമുണ്ട്, ചരിത്രരേഖകളുമുണ്ട്. പലതും ആർക്കിയോളജിയിൽ ചിലപ്പോൾ മദ്രാസിൽ കുറച്ച് കിട്ടുകയും ചെയ്യും. ചരിത്രം പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അതിനെക്കുറിച്ച് തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അതോടൊപ്പം തന്നെ മതിലകൻ രേഖകളിൽ പലതും ബ്ലൈഡ് കൊണ്ടും പിന്നെ കത്രിക കൊണ്ടുമൊക്കെ മുറിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെയും ശൂര്യനാട് കുഞ്ഞമ്പിള്ളയുടെ നേതൃത്വത്തിൽ ഇതിനെ പകർത്തി എഴുതാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച സമയത്ത് അങ്ങനെയുള്ള കുറേ കുതന്ത്രങ്ങളും അതിനകത്ത് നടന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുറേയൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് പറയേണ്ടത് ശ്രീ വൈകുണ്ഠസ്വാമിയെക്കുറിച്ചാണ്. ശ്രീ വൈകുണ്ഠസ്വാമികൾ സോതിരുന്നാൾ എന്ന് പറഞ്ഞ ഒരു മഹാൻ 33 വയസ്സ് വരെ ജീവിച്ചിരുന്ന, 1813 മുതൽ 1846 വരെ ജീവിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ആണ് കൂടുതൽ നിയമങ്ങൾ ഇതിനകത്തേക്ക് നാടാർക്ക് വേണ്ടിയിട്ട്, നാടാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിനെതിരെ അദ്ദേഹത്തിൻ്റെ ശബ്ദമുയർത്തി ശ്രീ വൈകുണ്ഠസ്വാമി ശബ്ദമുയർത്തുകയും അദ്ദേഹത്തെ 110 ദിവസം ജയിലിലേക്ക് അടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചരിത്രം നമുക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹം അന്ന് വിളിച്ചതാണ്, എന്താണ് അദ്ദേഹം വിളിച്ചത്? കരിനീചൻ എന്ന് ആരെ വിളിച്ച? ബ്രാഹ്മണനും നായർ ഉൾപ്പെടുന്ന ടീമുകളെയും ബ്രിട്ടീഷുകാരെ വെണ്ണീചരെന്നും വിളിച്ചു, അല്ലേ? അങ്ങനെ ഒരു ഹിസ്റ്ററി നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് 18 കാസ്റ്റ് സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഈ 1813 മുതൽ 1846 വരെ ജീവിച്ചിരുന്ന ശ്രീ സോതിരുന്നാൾ രാമവർമ്മയുടെ കാലഘട്ടത്താണ്. കാരണം അദ്ദേഹം ഈ ഭരിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് 1815 മുതൽ 1829 വരെ ഗൗരി പാർവതി പായിയുടെ ഭരണം കൂടെയായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇദ്ദേഹം വളരെ ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു രാജ പട്ടം കൊടുത്തിട്ടുണ്ടെങ്കിലും ശരിക്കും ഭരണം നടത്തിയിരുന്നത് ഈ ശ്രീ ഗൗരി പാർവതി പായി കൂടെയാണ്. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥയുടെ ഒരു നിർവചനങ്ങൾ ഇവിടെ ഉണ്ടായത്. 18 ജാതികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ടാണ് പല ചരിത്ര ബുക്കുകളിൽ നിന്ന് നമുക്ക് കാണുന്നത്. ശ്രീ വൈകുണ്ഠസ്വാമിയെക്കുറിച്ച് ദ ലാൻഡ് ഓഫ് ചാരിറ്റി എന്ന് 1871 മിസ്റ്റർ സാമുവൽ മെറ്റീർ എഴുതിയ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ലാൻഡ് ഓഫ് ചാരിറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ള ഒരു ടീം, അല്ലേ? മറ്റുള്ളവരുടെ കഷ്ടതകളിലൊക്കെ സഹായിക്കുന്ന ഒരു ടീം, ആ ലാൻഡ് ഓഫ് ചാരിറ്റി. ചാരിറ്റി മാത്രം ചെയ്യപ്പെടുന്ന ലോകത്തിലൂടെ കാണപ്പെട്ട ഒരു ലാൻഡ് അവരിവിടെ കണ്ടെത്തി. അതാണ് തിരുവിതാംകൂർ. അത് സാമുവൽ മെറ്റീർ 1871 കുറിച്ച് എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ സാമുവൽ സക്രിയ 1897 പബ്ലിഷ് ചെയ്ത ദ LMS ഇൻ ദ ലണ്ടൻ മിഷൻ സൊസൈറ്റി ഇൻ സൗത്ത് ട്രാവൻകൂർ എന്ന അദ്ദേഹത്തിൻ്റെ, അതായത് LMS പ്രസ് നാറുകോലിൽ പ്രിൻ്റ് ചെയ്തതാണ്. അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ശ്രീ വൈകുണ്ഠസ്വാമിയെക്കുറിച്ചും ഇവിടെ ഉണ്ടായിരുന്ന നാടാർ ജനതയെക്കുറിച്ചും ഒക്കെ അതിനകത്തും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വളരെ കൃത്യമായ ഒരു വിവരം നമ്മളെക്കുറിച്ചുണ്ട്.
അപ്പോൾ ആരും ഇനി മേൽമുണ്ട് സമരം നമ്മൾ 17ലും 16ാം നൂറ്റാണ്ടിലൊന്നും മേൽമുണ്ട് ധരിക്കാത്തവരായിരുന്നു എന്നുള്ളത് ആ തെറ്റിദ്ധാരണ ആരും പറഞ്ഞു പരത്തണ്ട. 1810 ശേഷമാണ്, ശരിക്കും പറഞ്ഞാൽ 1813 മുതലാണ് ആ ഒരു സിസ്റ്റം കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചതും അതിനെതിരെ നമ്മുടെ ഈ ആൾക്കാരുടെ പ്രതിഷേധം ഉണ്ടായതും. അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമുക്ക് സീറ്റ് കിട്ടാത്തതിനെ കുറിച്ചാണ്. 60 സീറ്റുകൾ 3 പ്രമുഖ രാഷ്ട്രീയ കൂട്ടായ്മകളിൽ നിന്ന് കിട്ടേണ്ടടുത്ത് നമുക്ക് കിട്ടിയത് വെറും 6 സീറ്റാണ്. എന്ന് പറയുമ്പോൾ 10ൽ 1 സീറ്റ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടണമെങ്കിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാകേണ്ടതുണ്ട്. നാടാർ ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്യാനുള്ള തന്ത്രം പഠിച്ചു കഴിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ, പ്രത്യേകിച്ചും നേമത്തും കാട്ടാക്കടയിലും നമ്മുടെ നേമത്ത് മത്സരിക്കുന്ന ശ്രീ ഷൈൻ രാജ് നാടാരും കാട്ടാക്കടയിൽ മത്സരിക്കുന്ന ശ്രീമതി ശ്രീകല നാടാരും തെങ്ങിൻ തോപ്പ് അടയാളം, 2 പേർക്കും തെങ്ങിൻ തോപ്പാണ് ചിഹ്നമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ അടയാളത്തിൽ അവരെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കേണ്ടത് നാടാരുടെ ധർമ്മമാണ്. ഇത് മാറ്റത്തിൻ്റെ ഒരു തുടക്കമാകണം. വെറുതെ തെറ്റായ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് വീണ്ടും വരും തലമുറയെ കൂടെ ശരിക്കും വരും തലമുറയ്ക്ക് ഈ തെറ്റായ ധാരണ കൊടുക്കുന്നവരും അവരിൽ ഒരു അപകർഷതാ ബോധമാണ് വളർന്നു വരുന്നത്. നമ്മൾ പിന്നോക്ക ജാതിക്കാരാണ്, നമ്മൾ നേരത്തെ വസ്ത്രം ധരിക്കാത്തവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണെന്നുള്ള അവരുടെ അപകർഷതാ ബോധമാണ് അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഈ അപകർഷതാ ബോധമല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ അഭിമാന ബോധത്തോടെ നമ്മുടെ കുട്ടികൾ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ച് മന്നത്ത് പത്മനാഭൻ നിങ്ങൾക്ക് ഒരിക്കൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. നായർ സർവീസ് സൊസൈറ്റിയുടെ മന്നത്ത് പത്മനാഭൻ പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മേൽമുണ്ട് ഇടാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകരുതെന്നാണ് നായർ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവർക്ക് പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. കാരണം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മേൽമുണ്ട് ഇടാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയുന്നെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോകരുതെന്നാണ് പറഞ്ഞത്. പോകരുത്, നിങ്ങൾ മേൽമുണ്ട് ധരിക്കുക, മേൽമുണ്ട് ധരിച്ച് നിങ്ങൾ അഭിമാനത്തോടെ വളരുക എന്ന് പറഞ്ഞു. ആ വാക്കുകൾ അവർ ശിരസ വഹിച്ചുകൊണ്ട് അവർ വളരെയധികം അഭിമാനത്തോടെ ഇന്ന് സീറ്റുകൾ LDFൽ 28 സീറ്റും UDFൽ 28 സീറ്റും ഒരേപോലെ 28 സീറ്റും NDAയിൽ 59 സീറ്റും അവർ നേടി അവർ വളരെ ശക്തമായ അഭിമാനത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നാടാർ ജനത എവിടെ നിൽക്കുന്നു? വെറും 3 മുന്നണികളിലും കൂടെയായിട്ട് വെറും 6 സീറ്റ്. അപ്പോൾ അഭിമാനത്തോടെ നമ്മുടെ വരും തലമുറയെ വളരാനെങ്കിലും ഒരു അവസരം ദയവായി അവർക്ക് സത്യമായ ചരിത്രം പറഞ്ഞു കൊടുക്കൂ എന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നേമത്തും കാട്ടാക്കടയിലും നമ്മുടെ പ്രിയപ്പെട്ട നാടാർ പ്രതിനിധികളായ ശ്രീ ഷൈൻ രാജിനെയും ശ്രീമതി ശ്രീകല നാടാരെയും തെങ്ങിൻ തോപ്പടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുകയും അവരെ വിജയിപ്പിക്കുകയും ഈ വർഷം ഈ നിയമസഭാ ഇലക്ഷനിൽ അടുത്ത 5 വർഷത്തേക്ക് നമുക്ക് 6 നാടാർ MLAമാരെ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള ആശംസകളോടെ അവർ കഴിയണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.